നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി നിരക്കിൽ കാര്യമായ മാറ്റം വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ശക്തമാകുന്നത്. വിവിധ സ്ലാബുകളിലുള്ള ആദായ നികുതി നിരക്കിൽ ഇളവ് നൽകാനാണ് സാധ്യതയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരുടെ ആദായ നികുതി നിരക്കിൽ കുറവ് വരുത്താനാണ് സാധ്യത. ലക്ഷക്കണക്കിന് ആദായ നികുതിദായകർക്ക് ഇത് ഗുണം ചെയ്യും. ആളുകളുടെ ഉപഭോഗത്തിൽ കാര്യമായ കുറവ് വരുന്ന സാഹചര്യത്തിലാണ് നികുതി കുറയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത ഉപഭോക്തൃത്തിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നികുതി കുറയ്ക്കുന്നതോടുകൂടി ആ തുക ഉപഭോഗത്തിന് ആളുകൾ നീക്കിവെക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 3 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 5% മുതൽ 20% വരെയാണ് ആദായ നികുതി നിരക്ക്. അതിനുള്ള മുകളിൽ വരുമാനമുള്ളവർക്ക് 30% നികുതി. ആദായ നികുതിയിൽ എത്ര ശതമാനം ഇളവാണ് നൽകുക എന്നത് സംബന്ധിച്ച് സൂചനകളൊന്നുമില്ല. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിരിക്കും എത്ര നികുതി കുറയ്ക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് സൂചന. കേന്ദ്ര സർക്കാരോ ധനമന്ത്രാലയമോ ഇത് സംബന്ധിച്ചുള്ള സൂചനകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പുതിയ നികുതി സമ്പ്രദായം സ്വീകരിക്കുന്നവർക്കായിരിക്കും നികുതി ഇളവ് നൽകുക എന്നാണ് സൂചന വന്നിട്ടുള്ളത്. പുതിയ നികുതി സമ്പ്രദായത്തിന് കീഴിൽ 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ നികുതി സ്ലാബിൽ മാത്രം ആദായ നികുതി ഇളവുണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. 2024 ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ നികുതി വ്യവസ്ഥയിൽ ആദായ നികുതി സ്ലാബുകൾ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു.